Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Instagram, Simon Varghese Facebook. Welcomes you all. ഇന്നെൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആകട്ടോ. ഇപ്പം മകനും മകളും കൊച്ചുമക്കളൊക്കെ വിളിച്ച് ആഘോഷമായി ജന്മദിനം നേർന്നിച്ച് പോയതേ ഉള്ളൂ. പിള്ളേർ സ്കൂളിൽ പോകണ്ടേ. ഞാൻ വളരെ സന്തുഷ്ടനായൊരു മനുഷ്യനാണ്, വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. ഒരു ഒറ്റപ്പെട്ട് അടഞ്ഞ ഗേറ്റിന് പിന്നിൽ താമസിക്കുന്ന ആളല്ല. നല്ലൊരു ധാരാളം സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ വരുന്ന ശനി തിങ്കൾ ചൊവ്വ 24-25 ഒരു ടീമിനെ ലീഡ് ചെയ്ത് ഞങ്ങൾ കന്യാകുമാരിക്ക് പോവുക. തിരുവനന്തപുരം കന്യാകുമാരി വിശുദ്ധ നമ്മുടെ ദേവസായം പിള്ള വിശുദ്ധയായി വന്ന് ഭാരത സഭയുടെ പോസ്റ്റലിനായി മധ്യസ്ഥനായി ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുക. അപ്പോൾ ഒന്ന് കണ്ടേക്കാം, പ്രാർത്ഥിക്കാം. അതോടൊപ്പം കന്യാകുമാരിയും വിസിറ്റ് ചെയ്യാം. മുതിർന്ന പൗരന്മാരെയും ലീഡ് ചെയ്ത് ഞാൻ ഞങ്ങളുടെ സെൻറ്റ് തെരേസാസ് ദേവാലയത്തിൽ എൽഡേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡൻറ്റ്. അപ്പം അവർക്ക് ഒരവസരവും കൂടെ ആവും. അങ്ങനെയാണ് പോകുന്നത്. ഒരു ദിവസം കന്യാകുമാരി ഞങ്ങൾ താമസിക്കും, അടിച്ചു പൊളിച്ചൊക്കെ വരും. ഇതൊക്കെ ഇങ്ങനെ പറയുന്നതെന്നു വെച്ചാൽ നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം പറയുമ്പം ഇതിന് കാരണമാണ്. ചുമ്മാ അങ്ങ് സന്തോഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഒത്തിരി ആയി കണ്ടിട്ട്. ഇല്ലേ, ഓ മൈ ഗോഡ്. ആണോ? നടക്കണം. 4 മാസം 5 മാസമായി. എങ്ങനെയാണ്? ആക്സിഡൻ്റ് ആണോ? അല്ല, ആക്സിഡൻ്റ് കിണറിൻ്റെ വല വന്ന്. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. അപ്പം നമ്മളിങ്ങനെ അവരെ കൊണ്ട് പോകും. അപ്പോൾ ഈ മുതിർന്ന ആളുകൾ തന്നെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. അപ്പോൾ എൻ്റെ മക്കളും കൊച്ചുമക്കളൊക്കെ എന്നെ കൊണ്ടുപോകുമ്പോൾ ഓൾവേസ് ദേ ആർ റെസ്പെക്റ്റിങ് മീ. അപ്പോൾ അവിടെ ഇരി, ഞങ്ങൾ പോയിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രഹസ്യ മുറിയിലൊക്കെ ഇരിക്കുകയായിരിക്കും. പക്ഷെ ഇതങ്ങനല്ല. ഞങ്ങളെല്ലാം കൂടെ ആടിപ്പാടി അവിടെ ഞങ്ങൾ ക്യാമ്പ് ഫയർ വെച്ചിട്ടുണ്ട്. കന്യാകുമാരി താമസിക്കുന്നത് YMCAയിലാണ്. അപ്പോൾ അവിടെ ക്യാമ്പ് ഫയറിനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. സാധാരണ ഹോട്ടലിൽ പോയ സ്ഥലമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ വിറകൊക്കെ കൊണ്ടുപോയി അടിച്ചു പൊളിച്ച് പോരുന്നത്. ഇത് ഈ യാത്രയുടെ ഉദ്ദേശം മാനസികമായ ഉല്ലാസം മാത്രമല്ല, സാമൂഹികമായ ഒരു ഐക്യപ്പെടലും കൂടിയാണ്. സൈമണും ജോർജും തങ്കപ്പനും ആൻഡ്രൂസും വിനീതും വിനയനും എല്ലാം കൂടെ ചേർന്നൊരു ഹാപ്പി മൂമെൻറ്റ് അതിനു വേണ്ടിയാണ്. ഇതുപോലെ ഒന്നല്ല, പലതുണ്ട്. നമ്മൾ ക്രിസ്മസ് ആഘോഷം വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനൊരു വിദേശ പര്യടനത്തിന് പോകും. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം എനിഹോ സോ ഹാപ്പി. ദൈവം തന്ന ഈ ജീവിതത്തിന് നന്ദി പറഞ്ഞുകൊണ്ടൊരു ജീവിതമാണ് എൻ്റേത്. അപ്പം ഞാൻ മൂലം എനിക്കും എൻ്റെ സമൂഹത്തിനും ഗുണപ്പെടണം എന്നാണ് എൻ്റെ വിചാരം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ KSRTC ഒരു 5-8 മാസം മുമ്പ്, നമ്മുടെ ഈ ഗണേഷ് കുമാർ മന്ത്രിയാകുന്നതിന് മുമ്പ് പത്രങ്ങളിൽ ഒരു വലിയ വാർത്തയായിരുന്നു. KSRTC നമ്മുടെ നാടിനൊരു ഭാരമാണ്, KSRTC നഷ്ടത്തിലാണ്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ലോൺ പോലും കിട്ടാത്ത സ്ഥിതിയിലേക്ക് വന്നതൊക്കെ. പക്ഷേ ഇന്നെന്താ സ്ഥിതി? മിനിസ്റ്റർ രാജു ആയിരുന്നപ്പോഴും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പം നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് വന്നു അല്ലേ. പുള്ളി തന്നെ പറയുന്ന പോലെ ഞാൻ പൂർണ്ണമായൊരു വലിയ ആളൊന്നുമല്ല, ബലഹീനതയുള്ള മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം, ഇഷ്ടമുണ്ടായിരിക്കാം, പക്ഷേ ഈ കാര്യത്തിലെന്നും പറഞ്ഞ ഭയങ്കര കാര്യം, ആ കാര്യത്തെ പ്രതിയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് വ്യക്തിപരമായി ഗണേഷ് കുമാറിനെ ഇഷ്ടമാണ്. അയാളുടെ കുസൃതി തരങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സന്യാസിയാക്കാൻ കൊള്ളത്തിൽ നല്ലൊരു പുരുഷനാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. എനിഹൗ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് KSRTC ഇന്ന് അനുഗ്രഹത്തിൻ്റെ പാതയിലാണ്. ശമ്പളം കൊടുക്കാൻ പൈസയായി തുടങ്ങി. ഗവൺമെൻറ്റിൻ്റെ സഹായം കുറച്ചു കൊണ്ടിരുന്നു. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ 5 വർഷം പോവുകയാണെങ്കിൽ KSRTC മറ്റ് സംസ്ഥാനത്തെ റോഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ ലാഭത്തിലേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല വീക്ഷണമുള്ള മനുഷ്യനാണ്. ഒരു നയ പൈസയുടെ അഴിമതിയോ
നയ പൈസയുടെ കൈക്കൂലിയോ കള്ളത്തരമോ പുള്ളി വെച്ച് വെറുപ്പിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കും. അഥവാ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് എല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനൽ നടത്തുന്ന വ്ളോഗർമാർ, യൂട്യൂബർമാരുടെയൊക്കെ ഒരു റിക്വസ്റ്റാണ്. ഞാൻ സിനിമാടന്മാരെ ഒന്നും കൊണ്ടുവന്ന് ലക്ഷങ്ങൾ കൊടുത്തൊരു വീഡിയോ ഒന്നും ചെയ്യിക്കുന്നില്ല. മറിച്ച് നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നെന്നും പറഞ്ഞാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. അദ്ദേഹം വലിയ വലിയ കാര്യമൊന്നുമല്ല അഭ്യർത്ഥിച്ചത്, ചെറിയ ചെറിയ കാര്യങ്ങൾ, 2-3 കാര്യങ്ങളാണ്. റോഡ് അപകടങ്ങൾ മൂലം ദിവസേന പൊലിയുന്ന ജീവിതങ്ങൾ. ഇന്നലെയും ഒരു കാർ ആക്സിഡൻറ്റ് ഉണ്ടായി, ഒരു മാഡം മരിച്ചിട്ടുണ്ട്, വണ്ടി പുറകെ ചെന്നിടിച്ച. നമ്മുടെ കാലങ്ങൾ ഇത്രയായിട്ടും. ഗുഡ് മോർണിംഗ്. എന്നാ ഉണ്ട്? ആണോ? തൂമ്പൊക്കെ അടച്ചോ? ഓക്കെ. അപ്പം നമ്മൾ ഡ്രൈവിംഗ് കൾച്ചർ നമ്മൾ പഠിച്ചിട്ടില്ല. ഒരു വാഹനത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന എന്തോ എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട്. ഉള്ളതാണ് പുറകിൽ നിൽക്കുക, വെട്ടിച്ച് കയറി പോവും. എന്താ ഒരു ട്രാഫിക്ക് വെയിറ്റ് ചെയ്യും, നമ്മൾ കയറി മറികടന്ന് പോയി എന്ത് പ്രോബ്ലം ഉണ്ടാക്കുമെന്നറിയോ? ബ്ലോക്കായി പോകും റോഡ്. അങ്ങനെ ചെയ്യാതിരിക്കുക. റോഡ് കൾച്ചർ പാലിക്കുക, സംസ്കാരം പാലിക്കുക, അത് നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ അമിത വേഗം. ഇപ്പോൾ ഹൈവേ കൂടെ പോവുക. അപ്പോൾ ഞാനും 100-150 കിലോമീറ്റർ വേഗത്തിലാണ് ബാംഗ്ലൂർക്കൊക്കെ പോകുന്നത്. കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ പോകാം. കേരളം ഒരു കൺജസ്റ്റഡ് സ്റ്റേറ്റ് അല്ലേ. എവരിവെയർ ഷോപ്സ്, എവരിവെയർ പീപ്പിൾ, എവരിവെയർ vehicles like scooter, auto-rickshaw and all. So we can take more speed in our Kerala, particularly district highways and rural roads. Highways are little bit better to drive speed. We can take speed. Okay. Anyhow, പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോക്കാം. സാറിന് ഇത് ഞാൻ വെളുപ്പിന് 5:30 വിട്ടാൽ 2:30 ആകുമ്പോൾ നിംഹാൻസി ചെല്ലുമായിരുന്നു ബാംഗ്ലൂർ. അതൊരു പോക്കായിരുന്നു, അത് രസമായിരുന്നു. ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അന്ന് ഈ കുതിരാൻ പ്രശ്നമുണ്ട്, മല കയറണം, നമ്മൾ തുരങ്കം വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി കൂടെ വേഗം ചെല്ലും. കാരണം നമുക്ക് അവിടെ തുരങ്കത്തിൽ കൂടെ പെട്ടെന്ന് കവർ ചെയ്ത് പോകാം. ബ്ലോക്ക് കുറവല്ലേ. ഇപ്പറേ കുറച്ച് ബ്ലോക്ക് ഉണ്ടെങ്കിലും അപ്പറേ ഇല്ല. എനിക്കോ അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് കൾച്ചർ പഠിക്കണം എന്നാണ് മന്ത്രി പറയുന്നത്. ക്ഷമയോടുകൂടി മറ്റൊരാൾ സ്പീഡ് എടുത്ത് വരുമ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടി കൊടുക്കുക. അതനുസരിച്ച് അവൻ കയറി മറ്റൊരു വണ്ടിക്കിട്ട് ചെന്നിരിക്കുക. നമ്മൾ സ്പീഡ് എടുക്കാൻ പോകുമ്പോൾ മറ്റൊരു വണ്ടി സ്പീഡ് എടുത്ത് വന്നാൽ സൈഡും കൊടുത്തേക്കണം, അവൻ പൊക്കോട്ടെ. അങ്ങനെ ഒരു കൾച്ചർ നമ്മൾ കീപ്പപ്പ് ചെയ്യണം. പക്ഷെ നമ്മൾ മലയാളികളുടെ എല്ലാ സ്വഭാവം ഉറക്കം തൂങ്ങിപ്പോകുന്ന ആളായിരിക്കും. ഒരു വണ്ടിയോ ഒരു കാറോ ബൈക്കോ ഓവർടേക്ക് ചെയ്യാൻ വന്നാൽ ഉടനെ ഇവൻ ആക്സിലേറ്റ് ചെയ്യും. അപ്പോൾ 80 കയറി പോകേണ്ട 100-ലും 110-ലും കയറി പോകേണ്ട സ്ഥിതി വരുത്തും. എന്തോ ഒരു ബാഡ് കൾച്ചർ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സിഗ്നലുകൾ കർശനമായും പാലിക്കണം. സിഗ്നലുകൾ ലംഘിക്കാൻ പാടില്ല. അതുപോലെ ഓട്ടോറിക്ഷ, ബൈക്ക്, ഞാനും ബൈക്ക് ഓടിക്കുന്ന ആളാണ്. നമ്മൾ ആ സൈഡിൽ കൂടെ പോകാവൂ. ഒരു ദിവസം ഞാനിങ്ങനെ കോട്ടയത്തിന് പോകും. എന്താ പൊന്നെ, ഒരു 250-300 മീറ്റർ ഒരു ബൈക്കുകാരൻ നടുക്കൂടെ പോകും, എൻ്റെ കാറ് പുറകെ. എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇവനെന്തോ അങ്ങ് ആസ്വദിച്ച് പോവുക. എൻ്റെ ബുള്ളറ്റായിരുന്നു. ഞാൻ പിന്നെ ഓണടിച്ച് ഒക്കെ അങ്ങ് കയറിപ്പോയി. വേറെ വല്ലതുമാണ് വല്ല ഭാഷയും പറയും തന്നെ. അത് ബാഡ് കൾച്ചറാണ്. വണ്ടി ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈക്കായാലും ഓട്ടോറിക്ഷ ആയാലും കാറായാലും നമ്മുടെ സൈഡിലേക്ക് മാറുക. ഹൈ സ്പീഡിൽ പോകുന്ന വണ്ടികൾ റൈറ്റിൽ കൂടെ പൊക്കോട്ടെ. അങ്ങനെ വേണം കീപ്പപ്പ് ചെയ്യാൻ. പിന്നെ നമ്മൾ ഈ റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുക. വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലാത്തടത്ത് പാർക്ക് ചെയ്യാതിരിക്കുക. അതുപോലെ തിരക്കുള്ളിടത്തുകൊണ്ട് പാർക്ക് ചെയ്ത് നമ്മുടെ കൺവീനിയൻ്റ് ആയിരിക്കും, പക്ഷേ മറ്റു വണ്ടികൾക്കെല്ലാം അത് പ്രശ്നമാകും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അപകടം ഉണ്ടാകും. ഗുഡ് മോർണിംഗ്. നമുക്കേ ഇവിടെ പെട്രോൾ പമ്പിന് അവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ക്ലിനിക്കുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ. അവിടെ ഫ്രീയാണ്. ഒരു 12 തൊട്ട് 5 വരെ ഇവിടെ കൊണ്ട് ഡ്രസ്സ് ചെയ്യണം കേട്ടോ. കാല് വളരെ സൂക്ഷിക്കണം കേട്ടോ. അതെ, റോങ് സൈഡിൽ ഓവർടേക്ക് ചെയ്യുന്നു. എൻ്റെ ബ്രദർ പറയാം. ലൈവ് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറയൂ, കേൾക്കട്ടെ. റോങ് സൈഡിൽ ഓവർടേക്ക് ചെയ്തത്. യെസ്.
യെസ്, അദ്ദേഹം പറഞ്ഞത് നല്ല കാര്യമാണ്. ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാം. പക്ഷെ നമ്മുടെ ബൈക്കുകളൊക്കെ ഇപ്പോൾ ഇടതുവശത്തൂടെ പോകുന്നത്. യെസ്, എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, റോഡിൽ പാലിക്കേണ്ട മര്യാദ, അച്ചടക്കം പാലിക്കണം. നമ്മുടെ വാഹനത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് സ്പീഡ് എടുക്കാവൂ. അപ്പം വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ് നമ്മുടെ ഒരു നല്ല കമ്പനിയുടെ വാഹനമാണ്, ടയർ കണ്ടീഷനൊക്കെയാണ് നമുക്കറിയാം. അപ്പം നമുക്കൊരു 80-90 പോവാം. അല്ലെങ്കിൽ ഇച്ചിരി വേഗത കുറച്ച് പോവുക. റോഡ് അപകടങ്ങൾ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. നമ്മുടെ മന്ത്രിയുടെ നല്ല വാക്കുകൾക്ക് പിന്തുണ കൊടുക്കുന്നു. മന്ത്രിയുടെ ശ്രമഫലമായി KSRTC ലാഭത്തിലേക്ക് വന്നിരിക്കുന്നു. കൊള്ളാം, എടുക്കാൻ ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്കും മന്ത്രിയുടെ കരുത്ത് പകരുന്ന മുഖ്യമന്ത്രിക്കും എല്ലാം നല്ലൊരു ഹായ് പറയുന്നു. നമ്മളും കൂടെ ഒന്ന് ശ്രമിച്ചാൽ, ഇതൊക്കെ പറയുമ്പോൾ ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ഓർക്കുന്നത് ഈ അപകടവും മരണവും നമുക്കുള്ളതല്ല, നമുക്ക് വരികയല്ലെന്ന്. അങ്ങനെയല്ല. എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ, ഡ്രൈവിംഗ് പഠിപ്പിച്ച സാറ്, മാഷ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാനീ പഠിക്കുമ്പോൾ തന്നെ ഒരു ഗവൺമെൻറ് ഓഫീസറായതുകൊണ്ട് എന്നെ സാറെന്നാണ് പുള്ളിയും സൈമൺ സാറേ, നിങ്ങൾ വളവിൽ തിരിയുമ്പം 99 പ്രാവശ്യം തിരിയുമ്പോഴും നിങ്ങൾക്ക് എതിരെ ആരും വരികയില്ല, ഓവർടേക്ക് ചെയ്ത് പോകാം. പക്ഷെ 100ാമതൊരു സൂപ്പർഫാസ്റ്റ് വരും. അത് കരുതി വേണം വണ്ടി ഓടിക്കാൻ. അതായത് ഫ്രണ്ട് കാണാതെ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്ത് എൻ്റെ മാഷ് എന്നെ പഠിപ്പിച്ചു. ഇന്നിപ്പോൾ എത്ര വർഷമായി ഞാൻ കാർ ഓടിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒത്തിരി വർഷങ്ങളായി. ഇപ്പോൾ പോലും ഞാൻ എൻ്റെ ഭാര്യ കയറ്റി വിടാമെന്ന് പറയും, പക്ഷെ ഞാൻ വിടത്തില്ല. കാരണം കയറിപ്പോകാൻ പറ്റുമായിരിക്കാം, പക്ഷേ 100 പ്രാവശ്യം 99 പ്രാവശ്യം പോകാം. 100ാമത്തെ പ്രാവശ്യം ഓവർടേക്ക് ചെയ്യുമ്പം മറ്റേ വരും. ആരാ? നമ്മുടെ അന്നത്തെ കാലത്ത് സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു വലിയ. ഇപ്പോൾ അതിലും കൂടി ഡീലക്സ് ഒക്കെ ഉണ്ടല്ലേ. അതുകൊണ്ട് ഫ്രണ്ട് കാണാതെ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യുക. എൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്, നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഫ്രണ്ട് കാണാതെ ഓവർടേക്ക് ചെയ്യരുത്, വളവിൽ ഓവർടേക്ക് ചെയ്യരുത്. ഇതൊക്കെ ജീവിച്ചാൽ നമുക്ക് ഒത്തിരി കാലം ജീവിക്കാൻ പറ്റും. പിന്നെ വണ്ടിയുടെ കണ്ടീഷൻസ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ മോശമായ മറ്റൊരു വണ്ടി നന്നായിട്ട് കാര്യമൊന്നുമില്ല, അപകടം ഉണ്ടാകും. ഓക്കെ, അപ്പം ഈ വണ്ടി നമ്മുടെ ശരീരം പോലെ, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, ശരീരം ശ്രദ്ധിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ എയർ ചെക്ക് ചെയ്യുക. ഒരു 20 ദിവസം കൂടുമ്പോൾ എയർ ചെക്ക് ചെയ്യുക. ഓയിലൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കണ്ടീഷൻസ് ഓക്കെ ആക്കുക. ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വണ്ടിയുടെ ചുറ്റും നടന്ന് ലൈറ്റെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഇതൊക്കെ പ്രാഥമികം. ഇങ്ങനെയൊക്കെ ഒന്ന് കരുതിക്കുക. നമുക്ക് അപകടം കുറയ്ക്കാം, മരണം കുറയ്ക്കാം. ഓക്കെ, നമ്മുടെ മന്ത്രിയുടെ കൂടെ നിൽക്കാം അഭിപ്രായത്തോടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് ഓഫ് ഗോഡ്.